ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ മുഴുവൻ നനയ്ക്കാനുണ്ട് കേട്ടോ. കവുങ്ങിൽ നന എത്തുന്നില്ല. നമ്മൾ സ്പ്രിങ്ക്ലർ വെച്ചിട്ടാണല്ലോ നനയ്ക്കുന്നത്. അപ്പോൾ അത് അത്ര അങ്ങോട്ട് എത്തുന്നില്ല ഇപ്പം. കാരണം ഈ നട്ട വെയിലത്ത് നമുക്ക് സ്പ്രിങ്ക്ലറൊന്നും പോരാ. അപ്പോൾ ഓസ് വെച്ചിട്ട് തന്നെ നനയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതേ നമ്മുടെ പേരമരത്തിൽ പേരയ്ക്ക മുഴുവൻ കരിഞ്ഞു പോയിട്ട് അത് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. പിന്നെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഊബിക്കുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ ലൂബിക്കുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കിയിരുന്നു ലൂബിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുവരാൻ പറയേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായതാണ്. ഇവിടെ എവിടെ നക്കരുത് ഉണ്ടായിട്ടുണ്ട്. മുള്ളംപന്നി വന്ന് തന്നതാണേ. നമ്മളെപ്പോൾ വന്നാലും ഈ ആപ്പിൾ ചെറിയുടെ അടുത്തേക്കാട്ടോ വരും. ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ ആപ്പിൾ ചെറിയുടെ അടുത്തേക്കാണ്. ആദ്യം ഇതിലുണ്ടോയെന്ന് ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും നോക്കുള്ളൂ കേട്ടോ. ഒരു 5-6 ഉണ്ടായി കിടക്കുന്നുണ്ട്. 5-6 ഉള്ളൂ. വളോ തെങ്ങിൻ്റെ ചൂട്ടിലോ? തെങ്ങിൻ്റെ ചൂട്ടിൽ വളരുന്നുണ്ട്. അല്ല വളമല്ല, സോറി, എന്താ പറയുക, വിത്തിടുകയാണ്. വിത്തിട്ട് എങ്ങനെയാ എങ്ങനെയാ ഇനി അനങ്ങാൻ സാധിക്കില്ല. ഷെഡിലുണ്ടോ? അവല് പൂവിട്ടുണ്ട് കേട്ടാ. പൂ വന്നിട്ടുണ്ട്. കായ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് മൾബറിയാണ് കേട്ടോ. അപ്പോൾ മൾബറി ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷേ അത്രയും കൂടുതലൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണത്. ഫ്രൂട്ടിൽ ഇത് കണ്ടോ, നിറയെ പൂവിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ടൊന്നും നമ്മൾ കഴിച്ചില്ലെങ്കിലും ഇതുപോലെ ഉണ്ടായി നിൽക്കണ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അതുപോലെ തന്നെ മനസ്സിനൊരു നല്ല സന്തോഷമാണല്ലോ. നമ്മളുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മളൊരു കുഞ്ഞ് കായാണെങ്കിലും ഉണ്ടാവുമ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പൂവിടാതിരുന്നായിരുന്നു കേട്ടോ. നാന എത്തുണ്ടായിരുന്നില്ല അത്രയ്ക്ക്. ഇപ്പം നമ്മുടെ നാരങ്ങയിൽ നിറയെ നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ലെന്ന് തോന്നും. നിറയുണ്ട് എൻ്റെ ഉള്ളിലൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് കാണിച്ചിട്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ പിന്നെയും ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ നാരകത്തിൽ നിറയെ നാരങ്ങ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് പഴുക്കണം. ഇത് ഭയങ്കര വലുപ്പം വരുന്നതാണേ. അപ്പം അത് പഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇതിങ്ങനെ പഴുത്ത് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളൂ. അതാണ് കാരണം പഴുക്കണേക്കാൾ മുന്നേ പറിക്കണതുകൊണ്ടോ എന്തോ പഴുത്തിട്ടില്ല. നമ്മുടെ കവുങ്ങൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അമ്പഴങ്ങ മരം ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും അതിൽ ഇലയൊന്നും ഇല്ല, അതെങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ മുന്നേ നമ്മൾ കാണിച്ചിട്ട് ഏറ്റവും മുന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. നിറയെ അമ്പഴങ്ങ നമ്മൾ അന്ന് പറിക്കണത് നിറയെ ഉണ്ടായിരുന്നു. ഇലയൊക്കെ പോയിട്ട് ഇപ്പം ഞാൻ അന്ന് പൊട്ടിച്ച കാരണം ഉണ്ടെന്നറിയില്ല, കൊമ്പൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതൊന്നും ഇപ്പം ഉണ്ടാവണേ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അമ്പഴങ്ങ കിട്ടിക്കൊണ്ടിരുന്നതാണേ. ഞാൻ അന്ന് പറിച്ചോടുകൂടി അതിൻ്റെ കൊമ്പൊക്കെ ഒടിച്ച് വെച്ചു. അതോടുകൂടി പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാരണം വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമുക്ക് വല്ലാത്ത ബോറായി തുടങ്ങി. അപ്പോൾ കുറച്ച് നേരമൊക്കെ പുറത്തിറങ്ങിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ നനയ്ക്കാൻ ഇറങ്ങിയതാണ്. ഈ ചേട്ടൻ തന്നെ കേട്ടോ നനയ്ക്കാറ് മിക്കവാറും. പിന്നെ മോനും നനയ്ക്കാറുണ്ട്. അവർ മാറി മാറിയിട്ട് നനയ്ക്കാറ്. അപ്പോൾ അവന് എക്സാം ടൈമായ കാരണം ഇപ്പോൾ അവന് മടി പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. എക്സാമാണെന്നും പറഞ്ഞിട്ട് ഇരിക്കുക, പഠിക്കണമൊന്നുമില്ല എങ്കിലും എക്സാമാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയത്. ഒറ്റയ്ക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ കൂടിയതാണേ. പിന്നെ നമ്മൾ സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് നനയ്ക്കാറ് ഇപ്പോഴാണ് കേട്ടോ ഈ നന തുടങ്ങിയത്. നല്ല വെയിലായി തുടങ്ങിയല്ലോ. അപ്പം അതിൻ്റെ ചോട്ടിലേക്കൊന്നും ശരിക്കും എത്തണില്ല. അപ്പോൾ കവുങ്ങ് അത്ര അങ്ങോട്ട് ഒരു മഞ്ഞ കളറൊക്കെ ആ ഇലയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ചക്കയൊക്കെ മറ്റേ മുള്ളം പന്നി കടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഒരു ചക്ക പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ചങ്ങ് പണിയൊക്കെ എടുത്തിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അത് പറിക്കാതെ അങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പറിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചക്ക നമുക്കുള്ള കാരണമാണ് നമുക്കതിൻ്റെ വില അറിയില്ല. പക്ഷേ ഇല്ലാത്തവർക്കാണ് ശരിക്കും അതിൻ്റെ വില അറിയുക. കാരണം നമുക്ക് തന്നെ ഇല്ലാതെ ആവുന്ന ഒരു നിമിഷത്തിൽ നമുക്ക് കഴിക്കാൻ വല്ലാത്ത ഒരു എന്താ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ശരി തന്നെയാണ്. അത് നമ്മൾക്കായാലും അങ്ങനെ തന്നെ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അത്ര അറിയണില്ല. പക്ഷേ ഒരു നേരം നമുക്ക് കിട്ടാതെ ആകുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു വില അറിയണത് അല്ലേ. അപ്പോൾ പക്ഷേ നമുക്ക് കൊടുക്കാൻ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ ഒരു ചക്ക ഉണ്ടാവുള്ളൂ. അത് കുഞ്ഞിതായിരിക്കും, തീരെ കുഞ്ഞിതായിരിക്കും. അപ്പോൾ അത് നമുക്ക് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ കൊടുക്കാത്തതാണ് കേട്ടോ. വളരെ കുഞ്ഞിതൊക്കെ ആയിരിക്കും. അത് ഇങ്ങനെ ഇപ്പോൾ കൊടുക്കുമെന്ന് വിചാരിച്ചാൽ ഇപ്പം നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടോ മറ്റേ നിധി കണ്ട പോലെ ഒരു സാധനം പൊങ്ങി വരുന്നുണ്ട്. അത് മഞ്ഞളാണ് കേട്ടോ. പണ്ടെങ്ങാണ്ട് നട്ടതാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ മഞ്ഞൾ നട്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മളിതുപോലെ മഞ്ഞൾ ഉണക്കി പൊടിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളത് പറിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ മഞ്ഞളൊക്കെ പറിച്ച് ഒന്ന് ഉണക്കി പൊടിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണി 4:30 ആയപ്പോഴേക്കും ഒരു 6 മണിയുടെ ഒരു മൂടലൊക്കെ ആയിരുന്നു കേട്ടോ ആകാശമൊക്കെ. അപ്പോൾ ഇതേ ഇപ്പോൾ നല്ല ചെറുതായിട്ട് മഴച്ചാറലും ഉണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല സുഖം. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നാലൊന്നും ഈ ഒരു സുഖമൊന്നും കിട്ടില്ല കേട്ടോ. നല്ല കാറ്റും നല്ല മഴക്കാറും കൂടിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നേ ആ കാലാവസ്ഥ. വീണീടം സ്വർഗ്ഗലോകം പറഞ്ഞ പോലെയാണ് കേട്ടോ. ഞാനത് എവിടെ കിട്ടി അവിടെ ഇരുന്നിട്ട് ചക്ക മുറിക്കുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് മുറിച്ച് കഴിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഞാൻ ഇരുന്നു. അപ്പോൾ മോനും ചേട്ടനും കൂടി നനയ്ക്കുക. അപ്പം ഞാനവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നതാണ് കേട്ടോ. ഈ നട്ട വെയിലത്തൊരു കുളിർമഴയായ പോലെയാണ് കേട്ടോ ഈ ചാറ്റൽ മഴ. ഞാനവിടെ നിൽക്കുമ്പോൾ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല മഴ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടി കിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ